കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നോർത്ത് മണ്ഡലം നമുക്കറിയാം. തോട്ടത്തിൽ രവീന്ദ്രനാണ് ആ മണ്ഡലം പ്രതിനിധീകരിക്കുന്നത്. കഴിഞ്ഞ തവണ 13,000 വോട്ടുകൾക്കായിരുന്നു UDFിൻ്റെ സ്ഥാനാർത്ഥിയായ KSUവിൻ്റെ യുവ നേതാവായ KM അഭിജിത്തിനെ പരാജയപ്പെടുത്തി അധികാരത്തിൽ എത്തിയത്. എന്നാൽ ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത നോക്കിയാൽ അവിടെ മണ്ഡല പുനഃക്രമീകരണം ഉൾപ്പെടെ വന്നതിന് ശേഷമാണ് 2011 പ്രദീപ് കുമാർ അവിടെ വിജയിച്ചത്. 2016 അദ്ദേഹം വിജയം ആവർത്തിച്ചു. 2006 കാലിക്കറ്റ് 1 ആയിരുന്നു ആ മണ്ഡലം. അവിടെയും അന്നും പ്രദീപ് കുമാറാണ് അവിടെ കന്നി അംഗത്തിൽ വിജയിച്ചത്. എന്നാൽ തോട്ടത്തിൽ രവീന്ദ്രന് കൊടുക്കാനുള്ള കാരണം തന്നെ ഒരിക്കൽ കൂടി പ്രദീപ് കുമാർ അവിടെ ജയിക്കും, അങ്ങനെ ജയിച്ചാൽ തീർച്ചയായും ആ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തിന് ജനപ്രതിനിധി മാത്രമല്ല മന്ത്രിസ്ഥാനം നൽകേണ്ടി വരും. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. KM അഭിജിത്തിന് ആ മണ്ഡലം തോട്ടത്തിൽ രവീന്ദ്രനാണ് വീണ്ടും മത്സരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. 2021 സാഹചര്യമല്ല 26. 2021 അദ്ദേഹം കേവലം 26 വയസ്സുണ്ടായിരുന്നപ്പോൾ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ വലിയ സ്വാധീനമൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നിട്ട് കൂടിയും അദ്ദേഹം മികച്ച രീതിയിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു. 26,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം, മൃഗീയ ഭൂരിപക്ഷം CPIM ഉണ്ടായിരുന്ന ആ മണ്ഡലത്തിലെ ഭൂരിപക്ഷം നേരെ 13,000-ലേക്ക് കുറച്ചു കൊണ്ടുവരികയും ചെയ്തു. 47,000-ഓളം വോട്ടുകൾ KM അഭിജിത്ത് അവിടെ പിടിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണ തോട്ടത്തിൽ രവീന്ദ്രൻ വിജയിച്ചപ്പോൾ അവിടെ BJP സ്ഥാനാർത്ഥിയായ MT രമേശ് 30,000 വോട്ടുകളുമായി 3-ാം സ്ഥാനത്തും ഉണ്ടായിരുന്നു. ഇക്കുറി പക്ഷേ കുറച്ചുകൂടി ശക്തമായ ഒരു ത്രികോണ പോരാട്ടം കോഴിക്കോട് നോർത്തിൽ നടക്കും എന്നാണ് BJP അവകാശവാദം ഉന്നയിക്കുന്നത്. എന്തുതന്നെയായിരുന്നാലും KM അഭിജിത്ത് മണ്ഡലത്തിൽ പൊതു സ്വീകാര്യനാണ്. അദ്ദേഹം ആ മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുന്നു എന്നത് ചെറിയൊരു കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്നെയായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടിക്കറ്റ് നൽകുക എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ KM അഭിജിത്തിന് മറ്റൊരു സാധ്യത കൂടി തെളിയുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് മേയർ സ്ഥാനാർത്ഥിയാകാൻ അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കപ്പെടുകയാണ്. നമുക്കറിയാം, നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ ഡോക്ടർ ബീന ഫിലിപ്പാണ്. വനിതാ റിസർവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ബീന ഫിലിപ്പ് എന്ന CPIM നേതാവാണ് അവിടുത്തെ മേയർ. നിലവിലെ അവരുടെ ടേം കാലാവധി ഈ വരുന്ന നവംബറോട് കൂടി കഴിയുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 1975 ശേഷം കോഴിക്കോട് കോർപ്പറേഷൻ ഇന്നേ വരെ UDF പിടിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്രയേറെ സ്വാധീനം CPIM-നും ഇടതുപക്ഷത്തിനും ഉള്ള കോഴിക്കോട് കോർപ്പറേഷനിൽ ഇക്കുറി അട്ടിമറി സംഭവിക്കുമോ? അതാണ് എല്ലാവരും കാത്തിരുന്ന് കാണുന്നത്. ഏതായാലും കോൺഗ്രസിന് വേണ്ടി അവിടെ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തന്നെ KM അഭിജിത്തിനെ ഫീൽഡ് ചെയ്യുമോ എന്നതാണ് കാണേണ്ടത്.